ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോണേ. ഭാഗം ബീട്രൂട്ടും ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തന്നെ ജ്യൂസ് എടുത്തിട്ട് വരാം. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ജ്യൂസ് നമ്മൾ എടുത്തു. ജ്യൂസ് എടുക്കുമ്പോൾ ഇതിൽ ഒരു തരി പോലും വീഴാൻ പാടില്ല കേട്ടോ. തുണിയിൽ നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിപ്പയിൽ ഒന്നും കൂടി അരിച്ചെടുക്കണേ. 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് നൂൽപുട്ടിൻ്റെ മാവ് പോലെ കുഴച്ചെടുക്കാം. സ്പൂൺ വെച്ച് കുഴച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം മതിയിട്ട് കൈ വെച്ച് കുഴയ്ക്കാനായിട്ട്. സ്പൂൺ വെച്ച് ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഫുള്ളായിട്ട് ചൂട് പോകരുത് കേട്ടോ. കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് ചൂടുള്ളപ്പോൾ ഒന്നും കൂടി നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. മാവ് 2 പോർഷൻ ആക്കുന്നുണ്ട്. 2 പോർഷൻ ആക്കിയ മാവ് പിന്നെയും 2 പോർഷൻ ആക്കാം കേട്ടോ. 1 പോർഷൻ വേറൊരു ബൗളിലേക്കും വെക്കുന്നുണ്ട്. അടുത്ത പോർഷൻ വേറൊരു ബൗളിലേക്കും വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ 1 പോർഷനും 2 ആക്കുന്നുണ്ട്. ഈ 2 പോർഷനും നമുക്ക് ഈ ബൗളിൽ തന്നെ വെക്കാം. ക്യാരറ്റിൻ്റെ ജ്യൂസ് കുറച്ച് തളിച്ച് കൊടുക്കാം. ഇത് ഈ കളറൊന്നും ആക്കിയെടുക്കണം. നമുക്ക് ഒരുപാട് ഒഴിക്കരുതിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. കുഴച്ചെടുത്തു. ഇനി ഇത് ഇങ്ങനെ ബോളാക്കി എടുക്കാം. 3 ബോളാണ് കേട്ടോ ആക്കണേ. ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് കുറേശ്ശെ തളിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കുഴച്ചെടുത്തു. 3 ഉരുളകളാക്കി എടുക്കാം. ഇത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് തന്നെ വെച്ചില്ലേ, അതും ചെറിയ ബോളാക്കിയിട്ട് ബീട്രൂട്ടിൻ്റെ റെഡിയാക്കി എടുക്കാം. നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു വൈറ്റ് ബോൾ ഉള്ളിലിടാം. പിന്നെ ബീട്രൂട്ടിൻ്റെ ബോൾ ഇടുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഇടുന്നുണ്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ ചേർക്കുന്നുണ്ട്. എല്ലാം ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തു. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീമർ എടുത്ത് ഒരു ഇല വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മൾ നൂൽപുട്ട് പിഴിയാൻ പോകുന്നത്. ഇത് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ബീട്രൂട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. ക്യാരറ്റിൻ്റെ റെഡിയാക്കാം. ബീട്രൂട്ടിൻ്റെ ചെയ്ത പോലെ തന്നെ ഒരു മഞ്ഞ ബോളും ഒരു വെള്ള ബോളും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഇലയിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ 2 കളറിലുള്ള നൂൽപുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാണ്ട് ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ള നൂൽപുട്ടാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.